ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ കണ്ട ആ ഒരു ഫയർ ക്യാമ്പിങ്ങിൻ്റെ ആംബിയൻസ് എങ്ങനെയുണ്ട്, അതും എങ്ങനെയാണ് നമുക്ക് ഡ്രോ ചെയ്യുന്നത് നോക്കിയാൽ. മരങ്ങളും കാടും അതിനിടയിൽ ഒരു ചെറിയ ടെൻറ്റ്, പിന്നെ മുൻവശത്ത് ഒരു ചെറിയ തീക്കൂന ഞാനിവിടെ ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഔട്ട്ലൈൻസും ബേസിക് ഡ്രോയിങ്ങിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുകയാണ്. മരത്തിൻ്റെ ഷേപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡ്രോയിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അത് പ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം. ബേസിക് സ്കെച്ച് ഓൾമോസ്റ്റ് ഫില്ലിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആളുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് അതൊരു ഫില്ലിംഗ് ആവുള്ളൂ. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മറന്നു, ഒരു ചെറിയ റാന്തൽ വിളക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണം. യെസ്, അങ്ങനെ നമ്മുടെ സ്കെച്ച് കംപ്ലീറ്റ് ആയി. ഈ സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് ഈ കളേഴ്സ് ലൈറ്റ് ആയിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങളാണോ ഞാൻ ഇതിലേക്ക് വരക്കുന്നത്. അതാണ് കുറച്ചും കൂടി ഈ ഒരു സീന് പറ്റുന്ന മരങ്ങൾ. അപ്പോൾ ഞാൻ കുറേ റെഫറൻസ് നോക്കിയായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുപോലത്തെ മരങ്ങളാണ്. അപ്പോൾ അതേ നമ്മൾ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ട ട്രീസിന് കുറച്ച് ഫോഗ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് അത് ബാക്ക് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ആ ഒരു ആംബിയൻസ് കിട്ടുള്ളൂ. സ്കൈയുടെ ബ്ലൂവും താഴെയുള്ള ഗ്രൗണ്ടിൻ്റെ കളറും തമ്മിൽ സെപ്പറേഷൻ വരുത്താൻ വേണ്ടിയിട്ട് സെൻറ്റർ പോർഷനിൽ ഞാനൊരു പുൽത്തകിരി പോലെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനറിയിൽ അങ്ങനെ ഒരു ഗ്രീൻ വന്നപ്പോൾ ഒരു ഭംഗി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പുല്ലിൻ്റെ എഫക്റ്റും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ലൈറ്റർ ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടി ആ ഒരു ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു സീനി മെർജിങ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഫോഗിന് കൊടുത്തിരിക്കുന്ന ബ്ലൂ ഷെയ്ഡും പിന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡും തമ്മിൽ ഒരു ചെറിയൊരു മെർജ് വരുമ്പോഴേക്കും നമ്മൾ ആ സീനൊന്ന് ഭംഗിയാവുന്നുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിലെ ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലെ ലെയേഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു മരത്തിന് ഫില്ലിങ്സ് കൊടുക്കുകയാണ്. ആദ്യം ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അതിൽ ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. കാരണം അത് പ്യുവർ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. കാരണം ഫ്രണ്ട് ലെയർ ആയതുകൊണ്ട് അതിന് ഫോഗ് കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡാർക്ക് ബ്രൗൺ കളറിലാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത്. മോളിൽ നിന്ന് വെട്ടം അടിക്കുന്ന ആ ഒരു സ്ഥലം മാത്രം ഒരു ചെറിയ ലൈറ്റർ ഷെയ്ഡിൽ കാണിച്ചു. പിന്നെ ആളിരിക്കുന്നത് നമ്മുടെ ടെൻറ്റ് കെട്ടിയിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് ആ ഒരു ലൈറ്റർ ഷെയ്ഡിൽ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടെൻറ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഔട്ട്ലൈൻ കൊടുത്തു, എന്നിട്ട് അതിന് ഒരു ചെറിയൊരു കുറ്റിയൊക്കെ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ഒരു ചെറിയ ടെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെയാണ് അത് ചെയ്യുന്നത്. ഞാൻ വരച്ചു വന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ സെൻറ്റർ പോർഷനിൽ ഒരു കോല് വെച്ചിട്ട് ഈ ടെൻറ്റ് ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ആ കോല് വരക്കാൻ മറന്നുപോയി. അതെന്തായാലും അവസാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഔട്ട്ലൈൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ ഫില്ലിങ്സ് കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ടും പിന്നെ ബ്രൗൺ വെച്ചിട്ടൊക്കെ ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് ലെയറിൽ രണ്ടാമത്തെ സെക്ഷനിൽ വന്നത് കൊണ്ട് ഒരു ഇച്ചിരി ഫോഗ് അത് മേലോട്ട് കയറി കിടക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളിലെ ഭാഗങ്ങളൊന്നും നമുക്ക് അധികം വിസിബിൾ ആക്കി കാണിക്കുന്നില്ല. ഇനി നമ്മുടെ ഡ്രോയിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പിൻ്റെ ഡ്രോയിങ് ചെയ്യാണ്. അപ്പോൾ ഔട്ട്ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റിക്സും ഞാൻ സെപ്പറേറ്റ് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ ഒരു ലെയർ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ എല്ലാ ഷാഡോസും പിന്നീട് നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നമ്മുടെ വിറകിന് തീ കൊടുക്കുക. ആദ്യം ഡാർക്ക് ഓറഞ്ച്, പിന്നെ ചെറിയൊരു റെഡ്, പിന്നെ ചെറിയൊരു യെല്ലോ, പിന്നെ വൈറ്റ്, അങ്ങനെയുള്ളൊരു കളർ തീമിലാണ് ഞാൻ ഈ ഒരു തീ ചെയ്യുന്നത്. നേരത്തെ ഒരു കഴുക്കോല് നമ്മൾ റാന്തൽ വിളക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുക്കോലും ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം താഴെ ആ ഒരു റാന്തൽ വിളക്കിന് നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്ലോ വന്ന ഏരിയയിൽ യെല്ലോ പിന്നെ വൈറ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു ഏകദേശം മോഡലൊക്കെ ഉണ്ടാക്കിയെടുത്തു. പൊടിക്ക് ഡീറ്റെയിൽ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ഡ്രോയിങ്ങിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന മരത്തിന് കുറച്ച് പുല്ലും കാര്യങ്ങളും പിന്നെ കുറച്ച് ക്രീപ്പേഴ്സൊക്കെ ആ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ വരുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗിയാവുക. കാരണം നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് മാക്സിമം എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്തെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ആ സീനറി നോക്കുമ്പോൾ നമുക്ക് ആ കൊടുത്ത ഡീറ്റെയിലിംഗ് അധികം കാണാൻ പറ്റിയില്ലെങ്കിലും അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വലുതായിരിക്കും. ഇപ്പം ഞാൻ കൊടുത്തത് നമ്മുടെ ഗ്രൗണ്ടിൽ കുറച്ച് ചെറിയ പാറക്കല്ലുകളൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. ടോട്ടലി നമ്മുടെ സീനറിയിൽ കുറച്ചും കൂടി ഒബ്ജക്റ്റുകൾ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന മരങ്ങളൊക്കെ ഞാൻ പിന്നീട് ആഡ് ചെയ്തതാണ്. കാരണം അവിടെ ആ ഒരു ഷെയ്ഡ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സീനറിയിൽ കുറച്ച് ഫ്ലോപ്പ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതെല്ലാം ആഡ് ചെയ്യാണ്. അപ്പോൾ മരങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മരങ്ങൾ വരച്ച് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സീനറി ടോട്ടലായിട്ട് വരുമ്പോൾ ആ ഒരു മരങ്ങളൊക്കെ അവിടെ ആവശ്യമുള്ളത് തന്നെ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ. റൈറ്റ് സൈഡ് കുറച്ചും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മരത്തിന് കുറച്ചും കൂടി ലീഫുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരാൾ ഇതിൽ തീ കായാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിക്കോളും. അപ്പോൾ ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുന്ന പോലെ വെറുതെ ഒന്ന് ഇരിക്കുന്ന പോലെയാണ് ചെയ്തെടുക്കുന്നത്. ആളുടെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. പോരാത്തതിന് തീയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇനി താഴേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാം. ആദ്യം ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ വെക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷേ അവിടെ എനിക്ക് പൊസിഷൻ ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡിൽ മാറ്റിയിട്ട് കുറച്ച് മിറർ ചെയ്തിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അടുത്തിരിക്കുന്ന ആ ഒരു തീയുടെ ആ ഒരു കളറാണ് ആളുടെ മേത്ത് ഞാൻ ആ ഒരു യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കളറും പിന്നെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ബ്ലെൻഡ് ചെയ്യിപ്പിച്ചെടുക്കാം. ഫയറിൻ്റെ ആ ഒരു എഫക്റ്റ് അത്ര ഏരിയയിൽ കൊടുത്താൽ പോരാ. അപ്പോൾ ആളുടെ മേത്ത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചേക്കുന്നത്. ഇനി ആ ഒരു ഗ്രൗണ്ടിലേക്കും കൂടി അത് കാണിക്കണം. എന്നാലേ ആ ഒരു എഫക്റ്റിന് കുറച്ചും കൂടി ഒരു റിയാലിറ്റി ഉണ്ടാവുള്ളൂ.
നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ആ ഒരു കളർ ഷെയ്ഡ് കൊടുത്ത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അത് റിമൂവ് ചെയ്തതിന് ശേഷം ആളിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഷാഡോ ചെയ്തെടുക്കണം, എന്നാലേ അതിനൊരു റിയലിസം വരുള്ളൂ. ഫൈനൽ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത്, ഒരു സ്റ്റിക്കിൻ്റെ ഒരു കുറവുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ വെച്ചതിന് ശേഷം നമ്മളെ ഒരു തീയുടെ എഫക്റ്റ് അതിനകത്ത് കാണിക്കണം. അപ്പോൾ അതിനൊരു ചെറിയൊരു ഗ്ലോസി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രോയിങ്ങുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.